ഞാൻ ശശിധരൻ കോഴിമല പറയാൻ പോകുന്നത് ഞാൻ ആരാണെന്ന്. ഞാനെന്ന് പറയുമ്പോൾ നിങ്ങളാരാണെന്നുള്ള അർത്ഥവും കൂടെ വരുന്നുണ്ട്. ഇത് കേൾക്കുന്ന വ്യക്തി ഞാനെന്ന് പറയുമ്പം ആ വ്യക്തി ആരാണ്? ആരാ? കറക്റ്റ് ആൻസർ ആർക്ക് പറയാം? ഒരു വ്യക്തി ജനിക്കാൻ അവൻ്റെ മാതാപിതാക്കൾ 2 പേര് കാരണഭൂതര. ഈ 2 പേര് ജനിക്കാൻ 4 പേര് കാരണഭൂതര. അച്ഛൻ്റെ അച്ഛനും അമ്മയും അമ്മയുടെ അച്ഛനും അമ്മയും. 4 പേർക്ക് 8 പേര്, 8 പേർക്ക് 16 പേര്, 16 പേർക്ക് 32 പേര്, 32 പേർക്ക് 64 പേര്, 64 പേർക്ക് 128 പേര്, 128 പേർക്ക് 256 പേര്, 256 പേർക്ക് 512 പേര്, 512 പേർക്ക് 1024 പേര്, 1024 പേർക്ക് 2048 പേര്, 2048 പേർക്ക് 4096 പേര്, 4096 പേർക്ക് 8192 പേര്, അവർക്ക് 16384 പേര്, അവർക്ക് 30768 പേര്, അവർക്ക് 65536 പേര്, അവർക്ക് 1,31,72 പേര്, അവർക്ക് 2,62,144 പേര്, അവർക്ക് 5,24,288 പേര്, അവർക്ക് 10,48,576 പേര്. 20 തലമുറ ഞാൻ പുറകോട്ട് പോയി. ഈ 20 കൂടെ ഞാൻ കൂട്ടിയിട്ടാൽ എത്ര കിട്ടും? 20,97,152 പേര് 20 തലമുറ കൊണ്ട് ഞാൻ ജനിക്കാൻ കാരണഭൂതരായി. ഇപ്രകാരം ഞാൻ 200 തലമുറ വരെ എഴുതി 200 കൂടെ കൂട്ടി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തിനാണിത് കൂട്ടി എഴുതി കാണിച്ചെന്നറിയാമോ? ഒരു വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന കഴിവുകൾ, ഒരു കുട്ടിയിൽ അടങ്ങിയിരിക്കുന്ന കഴിവുകൾ, എത്രയോ കോടാനുകോടി മാതാപിതാക്കളുടെ കഴിവുകൾ ആ കുട്ടിയിൽ അടങ്ങിയിരിക്കുന്നു. പുരുഷൻ വിചാരിക്കും എൻ്റെ മോന്. അല്ല, നിങ്ങളുടെ ഭാര്യയുടെ കുലം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഭാര്യയുടെ മാതാപിതാക്കൾ, അവരുടെ 4 മാതാപിതാക്കൾ, അവരുടെ 8 മാതാപിതാക്കൾ, അവരുടെ കുലത്തിലുള്ളവരുടെ മുഴുവൻ കഴിവുകളും ആ കുട്ടിയിലുണ്ട്. നിങ്ങളുടെ കുലത്തിലുള്ളവരുടെ മുഴുവൻ കഴിവുകളും ആ കുട്ടിയിലുണ്ട്. അപ്പം നിങ്ങളെക്കാൾ എത്രയോ കോടാനുകോടി കഴിവുള്ളവരാണ് നിങ്ങളുടെ കുട്ടികൾ. അങ്ങനെയുള്ള കുട്ടികളുടെ കഴിവുകൾ, ജനിതക വാസനകൾ, നിങ്ങളവരെ തല്ലുകയും ശാസിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുമ്പോൾ മുരടിച്ചു പോകും. അതുകൊണ്ടാണ് കുട്ടികളെ തല്ലരുതെന്ന് പറയുന്നത്. വിദ്യാഭ്യാസമുള്ളവർ പറയുന്ന കേൾക്കാം, എന്നെ തല്ലിയാണ് വളർത്തി, ഞാനും എൻ്റെ മക്കളെ തല്ലും. ഓ, എന്തൊരു ഗമയാണ്! നിൻ്റെ മക്കളെ നീ തല്ലിയാൽ അവരുടെ ജനിതകവാസന നഷ്ടപ്പെടുന്നതിന് ഞാൻ എന്തിനാണ് നിങ്ങളോട് വഴക്കുണ്ടാക്കുന്നത്? അവരുടെ ജനിതക കഴിവുകൾ, അവരിൽ ഒത്തിരി ജനിതക കഴിവുകളുണ്ട്. ആ കഴിവുകളൊക്കെ മുരടിച്ചു പോവുകയാണ്. ഒരു വൃക്ഷം ഇടയ്ക്ക് വെച്ച് അതിൻ്റെ തായ്തടി മുറിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു കുട്ടിയെ തല്ലി നോവിച്ചത്. അതുകൊണ്ടാണ് കുട്ടികളെ തല്ലരുതെന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അറിയണം. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല. എനിക്ക് ലോക്ക് ചെയ്യാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല, എല്ലാവരും കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാനത് അൺലോക്കാക്കി വെച്ചിരിക്കുക. അതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഇൻസ്റ്റയിൽ കിടപ്പുണ്ട്. പിന്നെ വാട്സപ്പിലേത് എളുപ്പം മാഞ്ഞു പോകും, കാരണം അത് ഒരു ദിവസത്തേക്കാണ് ഇടുന്നത്. ത്രെഡിലുണ്ടായിരുന്നു, ത്രെഡിൽ ഇപ്പം ഞാനത് ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ ഈ പലയിടത്തും കിടപ്പുണ്ട്. ഇനി അതല്ലെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിലില്ല കണക്ക് കൂട്ടിയത്, കാരണം ഇത് നല്ലപോലെ 2-3 മണിക്കൂറത്തെ പണിയുണ്ട്. ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷനാണ്. 2, 4, 8, 16, 32, 64, 128. അതിൻ്റെ ഫസ്റ്റ് ടൈം ആദ്യ പദം 2ആണ്, കോമൺ റേഷ്യോ 2ആണ്. അങ്ങനെ എന്ത് ടൈം കണ്ടുപിടിക്കുന്നതിന് a×r⁻n−1 എന്ന ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. a = ഫസ്റ്റ് ടൈം, r = കോമൺ റേഷ്യോ, n = എന്ത് ടൈം. ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ 200 എണ്ണം എഴുതണമെങ്കിൽ എഴുതി പറയാം. 199 2 + 2⁻199. അപ്പോൾ 2നെ 199 പ്രാവശ്യം ഗുണിക്കണം. 2 × 2 × 2 × 2 × 2 1. ഇങ്ങനെ ഗുണിച്ച് ഈ 200 കൂടെ കൂട്ടിയ ഉത്തരം കിടപ്പുണ്ട്.
മനുഷ്യർ കുട്ടികളെ വല്ലാതെ പിന്നെ തല്ലുക, വഴക്ക് പറയുക. കുട്ടികൾ തെറ്റ് കാണിക്കും, 10 ഗുണം 10 ഗുണം കാണിക്കാതിരിക്കുമോ? നിങ്ങൾ ചെറുപ്പത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് നിങ്ങളുടെ കുട്ടികൾ കാണിക്കും. നിങ്ങളുടെ ഭാര്യ എന്ത് കുറ്റം ചെയ്തിട്ടുണ്ടോ അതെല്ലാം കുട്ടികൾ കാണിക്കും. നിങ്ങളുടെ 2 പേരുടെയും 4 മാതാപിതാക്കൾ എന്ത് കുറ്റം ചെയ്തിട്ടുണ്ടോ അതവർ പ്രകടിപ്പിക്കും. 4 പേരുടെ 8 മാതാപിതാക്കൾ എന്ത് കുറ്റം ചെയ്തിട്ടുണ്ടോ അതവർ പ്രകടിപ്പിക്കും. അവരിൽ കുറ്റം അല്ലെങ്കിൽ ദുർവാസനകൾ അടങ്ങിയിരിക്കുന്നത് പോലെ തന്നെ സൽവാസനകളും അടങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ ഈ സൽവാസനകളെ ഉണർത്തുന്നതിനാണ് ശരിയായ ദിശയിൽ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുകയും കാലാകാലങ്ങളിൽ നോയമ്പെടുക്കുകയും ധ്യാനം നടത്തി ഉപവാസം എടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നല്ല വർത്തമാനം പറയുക, പോസിറ്റീവ് എനർജി കൂടിയ കാര്യങ്ങൾ ചെയ്യുക, കൂടുതൽ പോസിറ്റീവ് എനർജി ഉളവാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം കുട്ടികളിലെ സൽവാസനകൾ ഉണരും, സൽജീനുകൾ ഉണരും. അല്ലെങ്കിൽ ദുർജീനുകളായിരിക്കും ഉണരുന്നത്. ഒരു ജോലിയും ചെയ്യാതെ കിടക്കുന്ന പറമ്പ് കാട് കയറി കിടക്കും. അത് വെട്ടുകയും കിളക്കുകയും നല്ല കൃഷി അവിടെ ചെയ്യുകയും ചെയ്താൽ കാട് മാറിക്കിട്ടും. ഒരു കുട്ടി ദിവസവും രാവിലെ എണീച്ച ഉടനെ ശരീരശുദ്ധി വരുത്തി പ്രാർത്ഥിച്ച് അവൻ്റെ ജോലികൾ ചെയ്യുമ്പോൾ അത് നല്ലപോലെ കൃഷി ചെയ്യുന്ന സ്ഥലം പോലെയാകും. അതുകൊണ്ട് കുട്ടികളെ ദിവസവും രാവിലെ വിളിച്ചുണർത്തിയാൽ ശരീരശുദ്ധി വരുത്താൻ പറയണം, പ്രാർത്ഥിക്കാൻ പറയണം, പാഠങ്ങൾ പഠിക്കാൻ പറയണം. വഴക്ക് പറയരുത്, അവർ പഠിക്കുമ്പോൾ പഠിച്ചോട്ട്, അവർ പഠിക്കുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, കുട്ടി നിങ്ങളുടെ സൽവാസനകൾ കുട്ടിയിലുണ്ട്. നിങ്ങളുടെ ഭാര്യയുടെ കുലത്തിലെ സൽവാസനകൾ കുട്ടിയിലുണ്ട്. നിങ്ങളുടെ കുലത്തിലെ സൽവാസനകൾ കുട്ടിയിലുണ്ട്. അപ്പോൾ കുട്ടി നിങ്ങളുടെയാണ്. കുയിലും കുഞ്ഞിനെ പിന്നെ പാട്ട് പാടാൻ പഠിപ്പിക്കണം. അണ്ണാൻകുഞ്ഞിന് മരം പേറാൻ പഠിപ്പിക്കണം. കുയിലിൻ കുഞ്ഞിനെ പാട്ട് പാടാൻ പഠിപ്പിക്കണം. മുതലക്കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കണം. നിങ്ങളുടെ കുട്ടിയിൽ എല്ലാ കഴിവും അടങ്ങിയിട്ടുണ്ട്. ആ കഴിവുകൾ ഉണർത്തി വളർത്തുന്നതിന് നിങ്ങളും കൂടെ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.